അപ്പോൾ ലുക്മാൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഒരു അപ്പർ കാസ്റ്റാ, ഐ മീൻ ആ ക്യാരക്ടർ. അപ്പോൾ അവനെ ഞാൻ കാസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു വെളുത്ത കളറുള്ള ഒരാളായിരുന്നു. അവൻ ആ കാറ് തരില്ല എന്ന് പറഞ്ഞു, പകരം ലുക്മാനാ കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല, നിറവും ജാതിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിറം വേറെ ജാതി വേറെ, അതിലും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാം, രാഷ്ട്രീയം ഇല്ലാതൊന്നും ഉണ്ടാവില്ലല്ലോ, അതതിൻ്റെ കൂടെ വന്നോളൂ. നമ്മളിവിടെ അല്ല ജീവിക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാണുന്നില്ല എന്ന് അഭിനയിക്കേണ്ടി വരും. എങ്കിൽ പോലും ആ കണ്ണടക്കലും ആ മിണ്ടാതിരിക്കലും രാഷ്ട്രീയമാണ്. ഒരു കടപ്പുറത്ത് പുള്ളി പോയി നിന്നപ്പോൾ കടൽ നോക്കിയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ആലോചിച്ചെന്ന് പറഞ്ഞു, എന്തിനായിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവും, അയാൾ ആരെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ എവിടുന്നാ വരുന്നു, ആരെയും കാത്തു നിൽക്കണോ, ആരെയും പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എബോട്ടല്ലി ചെയ്ത് പുള്ളി പറഞ്ഞതാന്ന്. അതിലാണ് അത്ര എബോട്ടല്ലി വന്നു കിടിപ്പോയില്ല കേട്ടിട്ട്. പെയിൻ യൂസ് ചെയ്യാന്നുള്ളത് അർഷൽക്കയുടെ ഒരു ട്രിപ്പ് കിട്ടുന്ന പരിപാടിയാണ്. അപ്പം ഈ കണ്ണുകടവരത്തിലാണെങ്കിൽ ഇയാളുടെ പെയിനിൽ കൂടെയാണ് അയാൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുഴുവിൽ വരുമ്പോഴും ഇയാൾക്ക് ഉണ്ടാകുന്ന പെയിൻ അയാൾ വേറെ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പം മറ്റേ ഉണ്ടയിലെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഉണ്ടാകുന്ന ഇൻസൾട്ട് എന്നാണ് ഇയാള് അവിടെ പോയി പറയണം, ബുള്ളറ്റ്സ് കൊണ്ടുവരാൻ അവിടെ പറയണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിത്തിരിക്കുന്നത്, ഇയാളൊരു ലീഡറായിട്ട് പിന്നീട് മാറുന്നത്. ഈ പെയിനിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എഴുത്തിലുണ്ടാവും? അത് നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ചെറുപ്പത്തിൽ ഒരുപാട് പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അങ്ങനെയൊന്നും അതിനെ ആലോചിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെയല്ല, ഇപ്പം ഏതൊരു പടത്തിലില്ലേ ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും പോലെ ഇതൊക്കെ ഇങ്ങനെ കുറേ അനുഭവിച്ചു കൊണ്ടുവന്നായിരിക്കാം എനിക്കറിയില്ലത്. പക്ഷെ ക്യാരക്ടറിനോട് നമുക്കൊരു എമ്പതി തോന്നുക, ആർട്ടിസ്റ്റിന് അത് അഭിനയിക്കാനൊരു ഹാരമുണ്ടാവുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാ ഷെയ്ഡ്സും വരണമല്ലോ, അപ്പോഴല്ലേ, അല്ലെങ്കിൽ ഫ്ലാറ്റായി പോലെ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവന് എല്ലാതരം ഇമോഷൻസും അവനുള്ളിലുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുക, എഴുത്തിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഒരു ചാലഞ്ചല്ലേ. ഞാനൊക്കെ എപ്പോഴും എനിക്കതിൽ ഞാൻ പിന്നെ അസർ ഫർഹാദിയുടെ ഒക്കെ എഴുത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെയായിരുന്നു നമ്മൾ ആഗ്രഹം. അതൊരിക്കലും പറ്റുമെന്ന് അറിയില്ല, പക്ഷേ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കും, എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്ര. എനിക്ക് കണ്ടിരുന്നു പുള്ളിനെ, ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ തന്നെ കേട്ടോ പറയുന്നത്, ഞാനങ്ങനെ ആലോചിച്ചില്ല എന്നാ പറയാം. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ അവസാനത്തെ ഹീറോ കാണുമ്പോൾ പോലും ആദ്യം നമ്മൾ എബോട്ടല്ലി കണ്ട് ത്രില്ലടിച്ചു, ഓരോന്ന് കാണുമ്പോഴും ഈ ക്യാരക്ടറിൻ്റെ ഷെയ്ഡ്സ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ ഉണ്ട്, എഴുതാൻ ശ്രമിക്കലുണ്ട്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഈ വർക്ക്ഷോപ്പിന്റെ ഒരു മേജർ ടേക്ക് അവേ എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും ഭയങ്കര നമ്മുടെ കേരളത്തിൽ ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് എന്നെ വെച്ചിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ, അതിന് പോയതാണ് ഞാൻ അതിൻ്റെ ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് യാദൃശ്യമായിട്ട് അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ അതിന് ഫീസൊക്കെ ഉണ്ട്, പിന്നെ എൻ്റെ ടിക്കറ്റ് ഒക്കെ മാറ്റിയൊക്കെ വേണം. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ഉത്സാഹിച്ചിട്ട് അവരെന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഫീസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനുണ്ടായിരുന്നു, ഇപ്പോൾ ബ്ലൈൻഡ് ഫോൾഡിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, സക്കരിയ ഉണ്ടായിരുന്നു. സക്കരിയ ഇവർ ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് എത്തിയതാണ് അവിടെ. അപ്പോൾ അത് സത്യത്തിൽ അതൊരു മീഡിയ സ്കൂൾ നടത്തുന്ന സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന ഒരു വർക്ക്ഷോപ്പായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ സിനിമാക്കാരായിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, മലയാളികൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അധികം സമയം സംസാരിക്കാൻ കിട്ടി. ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ സിനിമ ഉണ്ടാക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ ട്രെയിലറും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ കുറവായി ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടിൽ ബാക്കിയെല്ലാം സ്റ്റുഡൻസാണ്, അധികം പാർസികൾ അവിടെ നിന്ന് വന്ന ആൾക്കാർ. അപ്പോൾ കുറച്ചധികം സമയം 2 ദിവസവും പിന്നെ പുള്ളി കുറച്ചധികം സമയം ഞങ്ങളോട് സംസാരിക്കും, ഞങ്ങളുടെയൊക്കെ വർക്കുകൾ സാമ്പിൾസ് കണ്ടു. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് വെച്ചാൽ ഈ എബോട്ടല്ലി എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് പുള്ളി പറഞ്ഞത് 2 പടത്തിൻ്റെ പറഞ്ഞു എന്തായിരുന്നു. അത് എൻ്റെയൊക്കെ ലൈഫായിട്ട് ഭയങ്കര സാദൃശ്യമുള്ളതുകൊണ്ട് ഹരം കിട്ടി. പിന്നെ ഇതൊക്കെ ഇവിടെ പറയാമല്ലേ. അപ്പോൾ അതായത് ഒരു കടപ്പുറത്ത് പുള്ളി പോയി നിന്നപ്പോൾ കടൽ നോക്കിയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുള്ളി ആലോചിച്ചെന്ന് പറഞ്ഞു, എന്തിനായിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവും, അയാൾ ആരെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ എവിടുന്നാ വരുന്നു, ആരെയും കാത്തു നിൽക്കണോ, ആരെയും പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എബോട്ടല്ലി ചെയ്ത് പുള്ളി പറഞ്ഞതാന്ന്.
അതിലാണ് അത്ര എബോട്ടല്ലി വന്നു കിടിപ്പോയില്ല കേട്ടിട്ട്. അതേസമയത്ത് അപ്പം ഞാൻ അത് സ്റ്റേജിൽ നിന്നാണ് പറഞ്ഞത്, വേറെ ആരോടോ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. പിന്നെ പേഴ്സണലി കണ്ടപ്പോൾ ഞാനിങ്ങനെ, കാരണം വെച്ചാൽ എനിക്ക് ഹീറോ കണ്ടില്ലേ, ഹീറോ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് ചോദിച്ചു ഞാൻ. അപ്പം പുള്ളി ഒരു ഹീറോ ഒരു പത്രവാർത്തയിൽ നിന്നാണ്. അപ്പം ഞാൻ ഈ പത്രവാർത്തൻ്റെ ആളാണ്. അപ്പോൾ പത്രവാർത്ത ഒരു ന്യൂസ് കട്ടിങ്ങിൽ നിന്നാണ് ഉണ്ടായത്. ഇത് മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുത്ത്, നമ്മളിവിടെ സ്ഥിരം വരുന്നില്ല, മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുത്ത് മാതൃകയായി എന്ന് പറയുന്ന പോലത്തെ അതായിരുന്നല്ലോ ഇല്ല ബാഗ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വാർത്തയിൽ നിന്നാണ് അത് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിയിലൂടെ ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞു ഫലിപ്പിക്കും. അപ്പോൾ അത്തരമൊരു വാർത്തയിൽ നിന്നാണ് വള ഉണ്ടായത്. ഓക്കെ, അതിപ്പോ പറയാൻ പറ്റില്ല, സ്പോയിലർ കേട്ടാവും. പത്രവാർത്തയിൽ നിന്നാണ് വളയുടെ ഒരു ലൈക്ക് നമുക്ക് കാണുമ്പോൾ അത് അത്ര കോമഡി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ അല്ലെങ്കിൽ ഇപ്പം ലുക്മാൻ സിനിമ അത്ര കോമഡി അല്ല, പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു തമാശയായിരിക്കാം, ഒരു അങ്ങനെ പൊതുവെ ഉള്ള ഒരു യോണർ ടൈപ്പിംഗ് ഉണ്ടല്ലോ, അപ്പം അതായിരിക്കാം എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ട്രെയിലർ അത്ര കാര്യമായിട്ടൊന്നും വെളിപ്പെടുത്തുന്നില്ല. വള സംസാരിക്കുന്ന വിഷയം എന്താണ്? അതെന്താ വെളിപ്പെടുത്താൻ പറ്റാത്തത്? ഇതിൽ ആദ്യകാലത്തെ ഡ്രാഫ്റ്റിലൊക്കെ എല്ലാ സീനിലും വള കാണിക്കുകയോ മെൻഷൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് വളയാണ്. അതുകൊണ്ടാണ് എൻ്റെ ടാഗ് സ്റ്റോറി ഓഫ് എ ബാംഗിൾ വളരെ സിമ്പിളായിട്ട്. അതിൻ്റെ അപ്പുറത്ത് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലറാണെന്ന് മാത്രമല്ല, ഒരു വളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് കപ്പിൾസിൻ്റെ കഥയാണത്. ലുക്മാൻ ശീതൾ അഭിനയിക്കുന്ന അവരുടെ ഒരു കപ്പിള്, പിന്നെ ധ്യാനും രവിയും, പിന്നെ കുട്ടേട്ടനും ശാന്തി, ഈ മൂന്ന് കപ്പിളിൻ്റെ കഥയാണ് ബേസിക്കലി. പക്ഷെ ഇവരെല്ലാവരെയും പരസ്പരം കണക്ട് ചെയ്യുന്നതോ ഒരു വളയാണ്. അപ്പോൾ ഇത് ഞാനിത് 17 എഴുതിയത്, 17 എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു, 2017. 17 അവസാനത്തിലെ മറ്റുമാണ് ഞാൻ ഈ വാർത്ത സ്ക്രോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടതാണ്. പത്ര കട്ടിങ് നോർമൽ വാർത്തയാണ്, സാധാരണ വാർത്തയാണ്. ഇപ്പം പറയാൻ പറ്റാത്തതുകൊണ്ട് പടം റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്തായിരിക്കും ആ വാർത്ത എന്ന്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര, അതായത് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയത്. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു പൂർണ്ണമായ സിനിമ എങ്ങനെ, അതും ഒരു ലൈറ്റ് വെയ്റ്റ്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമയാണിത്. ഒരു ഭയങ്കര ഹെവി പരിപാടികളൊന്നും ഇല്ലാത്ത. ഞാൻ ആദ്യമൊക്കെ എഴുതിയത് സറ്റയർ മൂഡിലായിരുന്നു എഴുതിയത്, പിന്നെ അത് മാറ്റി സെമി സറ്റയർ ആക്കി. അങ്ങനെ അതിൻ്റെ ജോണർ തന്നെ പലപ്പോഴായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അവസാനം മുഹാഷിലെത്തിയപ്പോൾ മുഹാഷിൻ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ഞാനൊരു കൊമേഴ്സ്യലായിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം ഈ സംഭവം. അപ്പോൾ അത് ട്രൈ ചെയ്യുന്നു. അതാണിപ്പോൾ നിങ്ങൾ പറഞ്ഞത്, ആദ്യം ചോദിച്ചതല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പലരുടെയും ലൈഫും എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതൊക്കെ ഇതിൽ പിന്നെ എല്ലാം വരുന്നുണ്ടത്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിൽ പലർക്കും ഇത് പറയാൻ പറ്റാത്തത്. ഇത് പറയാൻ അവർ വിചാരിച്ചു കഴിഞ്ഞാലും പറ്റില്ല. കാരണം വെച്ചാൽ ഇത് അങ്ങനെ കൊളുത്തിയാണുള്ളത്. ഒരു സാധനം മാത്രം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സംഭവം ഒരു വളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 കപ്പിളുടെ ജീവിതം ആണ് അതായത് ഫ്രണ്ട് റോളിൽ വരുന്നത്. അത് പക്ഷെ ആരുടെയൊക്കെ ജീവിതമുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്തായാലും പിന്നെ അതൊരു വെറും സിനിമ ആയിരിക്കില്ല. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. വെറും സിനിമ അതായത് ഒരു എൻഗേജിങ് ആയിട്ടുള്ള കഥ പറച്ചിലും, പിന്നെ ഫണ്ടിന് വേണ്ടിയിട്ട് ഫണ്ടൊന്നുമില്ല, പക്ഷെ ചില സിറ്റുവേഷൻസൊക്കെ ഫണ്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം. അങ്ങനെയൊക്കെയാണത്. ഇന്ന ജോണർന്ന് ആർക്കും പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഇതിലെല്ലാം വരുന്നുണ്ട്. ഇതിൽ ഈ വളയുമായി ബന്ധപ്പെട്ട 3 കപ്പിൾസ് യാത്രയിൽ ഇമോഷൻ വരുന്നുണ്ട്. ഇമോഷനിലെ ഘട്ടം വരും. ചിലപ്പം തല്ലുകൂടേണ്ടി വരും, തല്ലുകൂടും. അല്ലാതെ തല്ലുപാടല്ല, ഇത് തല്ലുകൂടേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ എല്ലാ ഇമോഷനിലൂടെയും ഇതിങ്ങനെ നമ്മളെ കൊണ്ടുപോകും ഈ വള. അങ്ങനെയാണ് എഴുതിയത്, അങ്ങനെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു, ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ജനങ്ങൾ സ്വീകരിക്കുന്ന ഇതൊരു പുതിയ പരിപാടിയായിട്ട്. നിങ്ങളെ പടങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്ലോലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു കഥാവസാനത്തിലേക്ക് പോകുന്നതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു റീൽ യുഗത്തിലേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറയാണ്, ആളുകൾ അങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ പടങ്ങളുടെ പേസ് കൂട്ടണം എന്നുള്ളൊരു ഫാക്ടർ പലരും പറയാറുണ്ട്. അത് പെട്ടെന്ന് ഇവന്റുകൾ നടന്നു പോവുക, പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിക്കുക, ആളുകൾ ശ്രദ്ധ പെട്ടെന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് പല എഴുത്തുകാരും പറയാറുണ്ട്. അങ്ങനെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് വളയിലേക്ക് വരുമ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടൊരു കഥ അവതരിപ്പിക്കുകയാണല്ലോ.
അതിൽ ഈ സ്പീഡ് എന്ന് പറയുന്ന ഫാക്ടർ ക്രൂഷ്യൽ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓരോന്നിനും അധികം സമയമെടുക്കരുതെന്ന് തോന്നിയിട്ടുണ്ട്. അത് വളയിലുണ്ട്, എല്ലാത്തിലും ഞാൻ ശ്രമിക്കലുണ്ട്. ചില സമയത്ത് ഇതൊക്കെ ഇതാണല്ലോ നമ്മള് ആനുപാതികം. നമുക്കറിയില്ല ഇത് ചിലർക്ക് ബോറടിക്കുന്നു, ചിലർക്ക് ബോറടിക്കില്ല, ചിലർക്ക് ഭയങ്കര സ്പീഡായി തോന്നും. പക്ഷെ നമ്മൾ സാധാരണ ഇത് തിരക്കഥ ശാസ്ത്ര പ്രകാരമുള്ള ആ 15 മിനിറ്റിൽ സിക്സാക്ക് പരിപാടിയൊക്കെ കഴിയുന്നതും ഉണ്ടാക്കാൻ ശ്രമിക്കലുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണം എന്നൊക്കെ നോക്കലുണ്ട്. അത് ചിലപ്പോൾ വളരെ ഡീഫാൾട്ട് തന്നെ സ്വാഭാവികമായിട്ട് വരും. അങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ ഇത് കണ്ട് കുറച്ചു കാലം കഴിഞ്ഞ് മറന്നു പോകുന്ന സിനിമ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ആ സിനിമയുടെ സബ്ജക്റ്റ് ആണെങ്കിലും സിനിമ കൈകാര്യം ചെയ്യുന്ന എന്താണെങ്കിലും ശരി, അത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും റെലവൻ്റ് ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതാറുള്ളൂ. അപ്പോൾ ഇതുവരെ ചെയ്ത സിനിമകളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഇതെത്ര കാലം പോകുമെന്ന് അറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഈ പരിപാടി കണ്ടെന്ന് നിൽക്കും, ഇത്രയേ ഉള്ളൂ. കാരണം ചിലപ്പോൾ ഭയങ്കര നിർബന്ധം വരും. അങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഇതല്ലെങ്കിലും വേറെ പണിയൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ആ പ്രശ്നമില്ല. കഴിയുന്നിടത്തോളം പിന്നെ ഇത് കണ്ട് മറന്നു പോകുന്ന സിനിമയാവരുത് എന്ന് ശ്രമിക്കാറുണ്ട്. ആഷിഖയുടെ സിനിമകളിലെല്ലാം ഇത്തരം ഒരു പൊളിറ്റിക്കൽ ലെയർ നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ്. പക്ഷെ ഒരു സമയത്ത് നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സിനിമകൾ എടുക്കുന്നത് കലാമൂല്യത്തിന് മേൽ അല്ലെങ്കിൽ കഥയ്ക്ക് മുകളിൽ ആ രാഷ്ട്രീയം മുഴച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അർഷദ്ക്കയുടെ കഥകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സിംഗ് ഉണ്ട്. അതായത് ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഒരാളുടെ, ഒരു വ്യക്തിയുടെ, അയാളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി കയറി വരുന്ന ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. ഈ രാഷ്ട്രീയം പറയണം, ഇതാണ് എൻ്റെ സിനിമകൾ, ഇത്തരം രാഷ്ട്രീയം സംസാരിക്കണം എന്നുള്ള ഉദ്ദേശം അതിനകത്ത് ശക്തമായിട്ട് തന്നെ ഉണ്ടോ? അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കടന്നു വരുന്നതാണോ? രാഷ്ട്രീയം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് എഴുതുന്നല്ലത്. രാഷ്ട്രീയമില്ലാത്ത സിനിമ ഏതാണുള്ളത്? ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത്, എല്ലാവരും പറയുന്നതാണ്. രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് ഒരു കലാപ്രവർത്തനം, നിങ്ങൾ മിണ്ടുന്നതും മിണ്ടാത്തതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മളെ മലയാളികൾ കുറച്ച് പേർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചുള്ള സിനിമയാണ് രാഷ്ട്രീയ സിനിമ. അങ്ങനെയില്ല. നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും എല്ലാം രാഷ്ട്രീയത്തിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവരും പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ചന്ദ്ര ചോദിച്ചതുപോലെ നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ ഡയലോഗ്സൊക്കെ മുഴച്ചു നിൽക്കുകയും ലൈഫ് അതിൽ മിസ്സാകുകയും ചെയ്യുമ്പോൾ അതൊരു ബോറാണ്, അത് നമുക്ക് ഓക്വേർഡായി തോന്നും. അങ്ങനെ ആവാതിരിക്കണമെന്ന് ശ്രദ്ധിക്കാറുണ്ട്. അത് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പാളിപ്പോവും. പിന്നെ ഞാനങ്ങനെ ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമകളാണ് അങ്ങനെയാണ് ഉണ്ടാകുക. ഒരു പ്ലോട്ടായിരിക്കും നമുക്ക് തുടക്കത്തിലുള്ളൊരു നമുക്കൊരു തുടക്കത്തിലുള്ള ഊർജ്ജം അതാണ് തരുന്നതെങ്കിലും അത് ക്യാരക്ടറിലൂടെ പറയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പത്രവാർത്ത ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാർ ദുരിതത്തിൽ നിന്ന് പത്രവാർത്ത കേൾക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് കഥാപാത്രങ്ങളിലൂടെ അത് പറയാം, അങ്ങനെയും പറയാം, അല്ലാതെയും പറയാം സിനിമ. അതേപോലെ തന്നെ കോവിഡ് കാലത്ത് എന്തായിരുന്നു സ്റ്റേറ്റ് ഈ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തിരുന്നത് എന്നത് ആലോചിക്കുമ്പോൾ ഞാനൊരു തീരപ്രദേശത്തുകാരനാണ്. വടകര താഴങ്ങാടി കടപ്പുറത്താണ് ഞാൻ ജനിച്ച സ്ഥലം. ഇപ്പോൾ എനിക്കറിയാം തീരപ്രദേശത്തിനോട് കാറ്റ് എളുപ്പത്തിൽ വീശുന്നതാണ്, തുറന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മുടെ നോർമൽ ആൾക്കാരൊക്കെ അൺലോക്കിംഗ് പ്രോസസ്സിലൂടെ ഒക്കെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തീരപ്രദേശത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു ഈ അൺലോക്കിംഗ് ഒക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ എനിക്കറിയാം അവർ എത്രത്തോളം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുകൊണ്ടാണ് നമ്മളൊരു ബച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ, പിന്നെ ആ ക്യാരക്ടറിനൊരു മുഴുപ്പുണ്ടാവാനും ക്യാരക്ടറൈസേഷൻ ഉണ്ടാവാനും അയാൾക്കൊരു ജീവൻ ഉണ്ടാവാനൊക്കെ ആയിരിക്കും പിന്നെ നമ്മളെ ശ്രമം. അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യാറ്. അല്ലാതെ ഒരു പ്രസംഗം നടത്തി കളയാൻ കരുതിയിട്ട് അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. നോക്കാം നമ്മൾ ഇതുവരെ എങ്ങനെയാണ് പറഞ്ഞത്, ഇനി എങ്ങനെയാണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ കഠിനകടോരം തന്നെ എടുത്താൽ തന്നെ അതിൽ ഒരുപാട് ജീവിതങ്ങളാണ്. ഇപ്പൊ ബച്ചു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഒരു ട്രാവൽ ഉണ്ടാകുന്നുണ്ട്. അയാള് ആദ്യം എങ്ങനെയാണ്, പിന്നീട് ഉപ്പ എങ്ങനെയാണ് അയാളെ സ്വാധീനിച്ചത് ഒരു പോയിന്റിൽ, അതിനുശേഷം ഉപ്പയുടെ മരണം എങ്ങനെയാണ് അയാളെ സ്വാധീനിക്കുന്നത്, അതിനുശേഷമുള്ള ഒരു ഷിഫ്റ്റ്, അയാളുടെ എൻഡ്, നായകൻ അവിടെ വില്ലൊടിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ പ്രവൃത്തി പൂർത്തിയാക്കി അവിടെ ഒരു പൂർണ്ണതയിൽ എത്തുന്നുണ്ട്. ഇത് എല്ലാ സിനിമകളിലും മിക്കവാറും എല്ലാ നായകന്മാർക്കും സംഭവിക്കുന്നതാണ്.
പക്ഷെ അർഷദ്ക്കയുടെ റൈറ്റിങ്ങിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ബച്ചുവിന്റെ ഒപ്പമുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഒരു ട്രാവൽ ഉണ്ട്. ഇപ്പോൾ ഉമ്മയാണെങ്കിൽ, സിസ്റ്റർ ആണെങ്കിൽ, അളിയനാണെങ്കിൽ, ഇപ്പം അതിൽ മറ്റേ പാർട്ടി പ്രവർത്തകനായ സുധീർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ, ഇവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന ട്രാവലും അവസാനം ഒരു പൂർണ്ണതയുണ്ട്. എല്ലാ മനുഷ്യരും ഇങ്ങനെ പൂർണ്ണരാവണം അവസാനം എന്നുള്ളൊരു ചിന്ത വരുന്നത്, അത് ഈ 3 മണിക്കൂർ സിനിമയ്ക്കകത്തേക്ക് ഇത്രയും ആളുകളുടെ കഥകൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് പിന്നെ സിനിമക്ക് ശേഷം ഇവർക്കൊക്കെ യാത്ര ഉണ്ടല്ലോ. എന്നെ അങ്ങനെ ആലോചിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഗുരുവാണ്, ജോൺ പോൾ സാറാണ്. അപ്പോൾ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു മരണം നടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലേ. നാട്ടിൻപുറത്ത് സാധാരണ എല്ലാവരും, നാട്ടിൻപുറത്തല്ല എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുത്തൊക്കെ പറയുന്നൊരു ഒരു പ്രയോഗമാണ്, മരണം നടന്നിട്ട് പോലും വന്നില്ല എന്നൊക്കെ പറയും. അത് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തത്. എല്ലാ പ്രശ്നങ്ങളും മരണത്തോടു കൂടി ഇല്ലാതാവുന്നില്ല, ആ മൊമെൻറ്റിൽ അത് തൽക്കാലം ഇല്ലാതാവുന്നുള്ളൂ. അതിനുശേഷം സിനിമ തുടങ്ങുകയാണെങ്കിൽ നമ്മളത് നീളാണെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ പഴയ പോലെ പെരുമാറിയെന്ന് വരും. പക്ഷെ മരണം എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷത്തേക്കെങ്കിലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും, അങ്ങനെയാണ് മനുഷ്യർ. അത് ഈ കഠിന കടോരം കുറച്ചുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പേഴ്സണൽ സിനിമയാണ്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭവങ്ങളും ഇമോഷണൽ ഇൻസിഡൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയ, മറ്റൊന്നും എൻ്റെ പേഴ്സണലല്ല, ഇത് ഭയങ്കര പേഴ്സണലായിട്ടുള്ള സിനിമയാണ്. പേഴ്സണൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മരണം എങ്ങനെയാണ് നമ്മളോട് അതുവരെ ഉണ്ടാതിരുന്ന ആൾക്കാരും നമ്മളോട് അതുവരെ വിരോധം കാണിച്ചവർ, സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അയൽവാസികളാണെങ്കിലും, ആ മൊമെൻറ്റിൽ അവർ എല്ലാം മറന്ന് കൂടെ ഉണ്ടാവും. അതിന് പിന്നെ അപ്പുറത്തെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ആ മൊമെൻറ്റിൽ ഉണ്ടാവില്ല. ഈ ഒരു മരണഭയത്തിൻ്റെ മേലെ ഉണ്ടാവും. അത് ഉണ്ടയിലുണ്ട്, ഒരു ഫ്രാക്ഷനിൽ കാണിക്കുന്നുണ്ട്. ഉണ്ടയിൽ ഉണ്ണി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച നമ്മളെ ഇവരില്ലേ പൊതുവാൾ, അവന് ആ മറ്റേ അറ്റാക്കിന് ശേഷം അതിനുശേഷം ഇന്നലെ ലുക്മാൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അവനോട്, അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുള്ളത്. ലുക്മാൻ ഒരു ആദിവാസി സമൂഹത്തിൽ നിന്ന്, മറ്റേയാളൊരു നായരാണ്. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് മരിച്ചു. അതായത് ആ മരണം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നൊരു, പക്ഷേ എല്ലാവർക്കും അല്ല കേട്ടോ, ചില കേസിൽ മരണമൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നോർമൽ ലൈഫിൽ മരണം ആ മൊമെൻറ്റിലെങ്കിലും നമ്മളെ ബാക്കി എല്ലാ വർഷവും തൽക്കാലത്തെങ്കിലും നമ്മളെ മറപ്പിക്കും. അതാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചത്. കാരണം വെച്ചാൽ സാധാരണഗതിയിലുള്ള ഒരു തിരക്കഥാ സ്ട്രക്ചറിൽ ബാക്കി, അതായത് ബച്ചുവിൻ്റെതും സുഹൃത്തുക്കളുടെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് വീട്ടിൻ്റെ അകത്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു തുടക്കത്തിൽ. അതായത് ഈ മരണം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് ബച്ചുവിൻ്റെ സർവൈവലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബച്ചുവിൻ്റെ പെങ്ങളുടെ ഒരു ചെറിയ ഒരു ഡിവോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ മെയിൻ പ്ലോട്ടിൽ കടക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഇനി നമുക്ക് ഈ വാപ്പയെ കൊല്ലാം. പക്ഷേ ആ സിനിമയിൽ അങ്ങനെയല്ല. ആ മരണത്തോട് കൂടിയിട്ടാണ് എല്ലാവരും, അത് ആ റഷീദ് അളിയൻ എന്ന് പറഞ്ഞ നമ്മളെ ബിനു പപ്പു ചെയ്യുന്ന ക്യാരക്ടർ അവളടുത്ത് വരുന്നത് ആ മരണത്തിൻ്റെ ആനുകൂല്യത്തിലാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ അയാൾ വളരെ ജെന്യൂനായിട്ടാണ് സംസാരിക്കുന്നത്, അവൻ ഐ എം സോറി പറയുന്നുണ്ട് അവൻ. പക്ഷെ അതിനൊക്കെ കാരണം ഈ മരണമാണ്. അപ്പോൾ ആ മരണത്തെ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള അധികം റിവ്യൂസ് വന്നത്. ഒരുവിധം എല്ലാ വീട്ടിലും എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളിങ്ങനെ മരിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, വാപ്പാൻ്റെ ഓർമ്മ ഉണ്ട്, എൻ്റെ സുഹൃത്ത്, എല്ലാ രംഗത്തും ഉണ്ടായ ചെറിയ ചെറിയ ഇവൻസുകൾ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പൻ്റെ ആണെങ്കിലും എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, മരിച്ചിട്ടിപ്പോൾ 5-8 വർഷമായി, ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയതാണ്, ഹാർട്ട് അറ്റാക്കായിട്ട്. പിന്നെ എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ, ഏറ്റവും ചെറിയ അനിയത്തിൻ്റെ ഭർത്താവുണ്ട്, ചെറിയ പ്രായത്തിൽ ഗൾഫിൽ വെച്ച് മരിച്ചു പോയത്. അവന് ഇതുപോലുള്ള ഒരു പൊടിമില്ലിലായിരുന്നു പണി. നാട്ടിൽ ഇതുപോലെ സാധാരണ ഒരു മില്ലിലായിരുന്നു പണി. പിന്നീട് ആ മുതലാളി രക്ഷപ്പെട്ട് വലിയ ആളായപ്പോൾ മുതലാളി ഗൾഫിൽ പോയി ഇത് പാക്കറ്റിലാക്കി വെക്കുന്ന സംവിധാനം തുടങ്ങിയപ്പോൾ അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്നാണ് അവൻ മരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇങ്ങനെ കുറേ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി അതുപോലെയല്ല, അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉണ്ടാക്കിയിട്ട് വളരെ പേഴ്സണലായിട്ടുള്ള, അതിലും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാം, രാഷ്ട്രീയമില്ലാതൊന്നും ഉണ്ടാവില്ലല്ലോ, അതതിൻ്റെ കൂടെ വന്നോളും. നമ്മളിവിടെ അല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാണുന്നില്ല എന്ന് അഭിനയിക്കേണ്ടി വരും. എങ്കിൽ പോലും ആ കണ്ണടക്കലും ആ മിണ്ടാതിരിക്കലും രാഷ്ട്രീയമാണ്. ഇത് മുൻപ് വെട്രിമാരൻ പറഞ്ഞൊരു വാക്ക് ഇപ്പം ഇത് പറഞ്ഞപ്പോൾ കണക്റ്റായി തോന്നി. നിങ്ങളൊരു രാഷ്ട്രീയ സിനിമ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സിനിമയിൽ സ്ത്രീകളെയും ദളിതരെയും നിങ്ങൾ എങ്ങനെ കാണിക്കുന്നോ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് പറയുന്നുണ്ട്.
അർഷദ്ക്കയുടെ കഥകളിലെല്ലാം സ്ത്രീകൾ വളരെ ശക്തമാണ് ക്യാരക്ടർ. ഇപ്പം ഉണ്ടയിൽ സ്ത്രീകളെ ആരെയും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കഥ ഒരു സ്ത്രീയെ ഡിമാൻഡ് ചെയ്യുന്നില്ല. അവിടെ പോലും മണിസാറിന്റെ ഭാര്യയെ സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെന്താണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ പറയുന്ന ഓരോ പോലീസുകാരുടെ ജീവിതത്തിലും ആ സ്ത്രീകൾ, അവരുടെ സ്ത്രീകളുണ്ടായിട്ടുള്ള സ്വാധീനം അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പുഴുവിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ പോലുമുള്ള സ്ത്രീകൾ എങ്ങനെയാണ് അത് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇത്തരം റെപ്രസെന്റേഷനുകൾ, ഇപ്പം ആദിവാസിയായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ, ലുക്കുമാന്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഇത്തരം ഈ ക്യാരക്ടറുകളെ, അല്ലെങ്കിൽ ദളിതരെ, ആദിവാസികളെ, സ്ത്രീകളെയൊക്കെ ഇത്ര സിഗ്നിഫിക്കൻ്റ് ആയി തന്നെ സിനിമകളിൽ കാണിക്കണം, അത് വന്നു പോകേണ്ടതാണ് സ്വാഭാവികമായിട്ടും എന്നുള്ളൊരു ആശയത്തിന് പുറത്താണോ അത് വരുന്നത്? സ്വാഭാവികമായിട്ട് വന്നാണ് അവതരിപ്പിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഓക്കെ ഒരു നായർ വന്നു, ഒരു ഇഴവൻ വന്നു, ഇനി ഒരു ആദിവാസി വരട്ടെ, അങ്ങനെയല്ല. ആ കഥക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ അവരെ കാണിക്കുമ്പോൾ അതിലും ഒരു വ്യക്തത കുറവുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആദിവാസിയെ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ എന്തായാലും മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെയും കാണിക്കുമ്പോൾ അവരെല്ലാവരും പോസിറ്റീവായിട്ട് കാണിക്കണം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ആ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. ഇപ്പോൾ സ്ത്രീകൾ, എൻ്റെ എല്ലാ സിനിമകളിലും സ്ത്രീകൾ നല്ലതായിരിക്കും, എൻ്റെ എല്ലാ സിനിമയിലും മുസ്ലിങ്ങൾ നല്ലതായിരിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു കഥയാണല്ലോ ടോട്ടലി വരുന്നത്. എല്ലാത്തരം ഷെയ്ഡ്സും ഇവിടെ ഈ സൊസൈറ്റിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ള ആൾക്കാരിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേണം അതിനെ കാണാൻ. ഇപ്പം ഒരു വളരെ ഒരു വില്ലൻ സ്വഭാവം കാണിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള സ്ത്രീ നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ, മുസ്ലിങ്ങളുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കഥയിൽ അത് ആവശ്യമാണെങ്കിൽ അത് സിനിമ ടോട്ടാലിറ്റിയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്താണ് പറയുന്നതാണ് ഈ വരുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കും പോലെ അങ്ങനെയൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സമൂഹത്തിൽ എല്ലാവരും റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനോട് സത്യസന്ധമായിട്ടുള്ള അപ്രോച്ച് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എല്ലാവരെയും നല്ലവരായി കാണിക്കുക എന്നല്ല. അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ബോറായി പോലെ. ഈ കഠിനകടോരം വരുന്ന സമയത്ത് പൊതുവെ ഇപ്പം കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലുള്ള ഗൾഫുകാരുടെ വീടുകൾ, അതിനൊരു കൺസെപ്റ്റ് നമ്മളുടെ മൈൻഡിലുണ്ട്. ഗൾഫിൽ ജോലിയുള്ള ആൾ, അതിൽ ബച്ചുവിന്റെ കഥാപാത്രത്തിൽ പറയുന്ന പോലും ഉണ്ട്, പുതിയ ഉടുപ്പിടാൻ സാധിക്കുന്നു, പുതിയ ചെരുപ്പിടാൻ സാധിക്കുന്നു, ഉപ്പ ഗൾഫിലാണെന്ന് പറയുന്നു. അപ്പൊ പോലും ആളുടെ വീട് വളരെ സാധാരണമായിട്ടുള്ള വീടാണ്, ആളുടെ ജീവിതം വളരെ സാധാരണമായിട്ടുള്ള ജീവിതമാണ്. എല്ലാ ഗൾഫുകാരും നിങ്ങൾ പറയുന്ന മാതൃകകളിലേക്കുള്ള ഗൾഫുകാരല്ല, അവരുടെ ജീവിതം അങ്ങനെയല്ല എന്നുള്ളൊരു ആഖ്യാനം അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അതേപോലെ ഈ അച്ഛൻ മകൻ ബന്ധം കൂടെ അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഒരു മാസത്തേക്ക് എത്തുന്ന അച്ഛനെ കണ്ടു വളരുന്ന കുട്ടികളാണ്. അവരെയും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു, അവരുടെ ക്യാരക്ടറിനെ അതേ രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതുണ്ടല്ലോ. ഈ പറയുന്ന ഗൾഫുകാരുടെ വീടിനെ പൊളിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു കഠിനകടോരത്തിലുള്ളത്. അത് മനഃപൂർവ്വമായിട്ടുള്ള, ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും പൊളിക്കാനൊന്നും ചെയ്തൊന്നുമില്ല. ഗൾഫിൽ പലതരം രീതികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന 2 കൊല്ലം കൊണ്ട് വരുന്നുണ്ട്, ഇപ്പോൾ അല്ലാത്തവരുണ്ട്. 6 മാസം കൂടുമ്പോൾ വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്, യങ്സ്റ്റേഴ്സൊക്കെ. പക്ഷേ ആ വീട് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോയ എൻ്റെ അമ്മാവനാണെങ്കിലും അവരൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെയായിരുന്നു, 2-3 കൊല്ലം കഴിയുമ്പോഴൊക്കെ. ഇപ്പം എൻ്റെ അനുജന്മാരൊക്കെ ഗൾഫിലാണ്, അവരൊക്കെ 6 മാസം കൂടുമ്പോഴൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനത് ഇങ്ങനൊരു കുടുംബത്തെ സെലക്ട് ചെയ്തെന്നുള്ളൂ, എന്തെങ്കിലും പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊന്നുമല്ല അത്. ആ വീടും ആ പരിസരവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് എഴുത്തിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് സത്യസന്ധത കാണിക്കണം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഗൾഫുകാരെ പൊങ്ങച്ചക്കാരായിട്ട് കാണിച്ചിരുന്നു പണ്ട്, ഇപ്പോഴില്ലല്ലോ. ഇപ്പം അങ്ങനെയില്ല. അപ്പം മുമ്പൊക്കെ പൊങ്ങച്ചക്കാരായിട്ട് കാണിച്ചിരുന്നു, പൊട്ടന്മാരെ വിഡ്ഢികളായിട്ട് കാണിച്ചിരുന്നു സിനിമകളിലൊക്കെ ഗൾഫ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പൊളിക്കണം എന്നില്ല. പക്ഷേ ഗൾഫ് അല്ലെങ്കിൽ അതൊന്നും ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം. ഞാൻ പറയില്ല, മരണം, പിന്നെ വാപ്പ ഒരു ഭയങ്കര ഇമോഷണലാണ് അതിൽ. അത് പിന്നെ അത് ഇനി തുടർ സിനിമകളും ചിലപ്പം വന്നെന്ന് വരും. എനിക്ക് എൻ്റെ വാപ്പ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം ഇനി എൻ്റെ ഇറങ്ങാൻ പോകുന്ന സീരീസ് ഉണ്ട്, അതിലും ഒരു വാപ്പ ഒരു ഇമോഷണൽ പരിപാടി ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് എന്തെങ്കിലും പൊളിച്ചാളിയൊന്നുമല്ല. കഠിനകടോരം അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു സിനിമയാണ് അതിൽ. പക്ഷെ അത് അരാഷ്ട്രീയ സിനിമയൊന്നുമില്ല. അത് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കരയിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ.
അതിൽ രസം ഭയങ്കര കോമഡി ഒക്കെ ഉണ്ടായില്ലേ, അതായത് എന്നോട് വിയോജിക്കുന്ന ആൾക്കാർ പോലും കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ വാണിംഗ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് കരഞ്ഞു പോകും, പക്ഷെ ഒരിക്കലും കരയാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് കോമഡിയാ മൊത്തത്തില്. ഈ പറഞ്ഞ പോലെ ഇതിലെ പാട്ടുകൾ, ഇതിലെ വരികൾക്ക് ഭയങ്കര ആഴം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേമക്കത്ത് പാട്ടാണെങ്കിലും അല്ല തുടക്കത്തിൽ വരുന്ന പാട്ടാണെങ്കിലും സിനിമയുടെ മുഴുവനും ഒരു അംശം ആ പാട്ടുകളിലും കൂടെ ഒളിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെയാണ് ഈ കരയിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് കൊടുത്തെന്ന് തോന്നുന്നു. ആ പാട്ടുകളെ കുറിച്ച്, അത് പിന്നീട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ട പാട്ടുകളാണല്ലോ, അതിനെ പറ്റിയുള്ള അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർക്കാണ്. കടയോരത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അതിലെ പാട്ടുള്ളൂ. മൊഹാഷിനാണ്. മൊഹാഷിന് ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്. സിനിമയിൽ എവിടെ മ്യൂസിക് ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കേണ്ട എന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ്. എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാൾ. അപ്പോൾ അവൻ, അതായത് ആ മ്യൂസിക് ഡയറക്ടറെക്കാളും ലിറിസിസ്റ്റിനേക്കാളൊക്കെ അതിൻ്റെ ഫുൾ മാർക്ക് ഞാൻ കൊടുക്കുക ആ സിനിമയുടെ ഡയറക്ടർ. അവൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള ആ ധാരണ, വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അത്രയും നല്ല പാട്ടുകൾ ആ പടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയത്. നമ്മൾ തിരക്കഥ രചനയിൽ തന്നെ മ്യൂസിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ അതായത് ഉപയോഗിച്ച മ്യൂസിക്കല്ല, ഇത്തരം മ്യൂസിക്കുകൾ അതിന്റെ മൂഡ് സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് തിരക്കഥ നെറേറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഉണ്ടക്കും പുഴുവിനൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇപ്പോൾ പലരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, മ്യൂസിക്കും പരിപാടിയൊക്കെ. എനിക്ക് അങ്ങനെ കഥ പറയാൻ ശീലമില്ല. അപ്പം പക്ഷേ ത്രൂ ഔട്ടല്ല, ചില രംഗങ്ങളിൽ ഉദാഹരണത്തിന് സെക്കൻഡ് ഹാഫിലൊക്കെ ചില മുഹൂർത്തങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ റെഫറൻസ് മ്യൂസിക്, കാരണം കഠിനകടോരം നമ്മൾ കഥ പറയുന്ന അവസാനത്തെ നായകനാണ് ബേസിൽ. അപ്പോൾ അതിനു മുമ്പ് പല നായകന്മാരോടും കഥ പറഞ്ഞപ്പോൾ നമ്മൾ ഈ മ്യൂസിക്കൽ സാധനങ്ങളൊക്കെ റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്നേ ഈ ഡയറക്ടർ മുഹാഷിൻ്റെ മനസ്സിൽ ഈ മ്യൂസിക്കലാണ് ഇത് വരാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളൂ. ആ ധാരണക്കനുസരിച്ചിട്ട് പിന്നെ ഇത് പറയുമ്പോൾ തന്നെ ഈ കഠിനകടോരം ഞാൻ പറയില്ല, അതിൽ മ്യൂസിക്, അതിൽ ടെക്നീഷ്യന്മാരാണെങ്കിലും ശരി, പ്രൊഡ്യൂസറാണെങ്കിലും ശരി, ഇതെല്ലാം ഏറ്റവും അവസാനത്തെ ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ. പലരുടെയും ഫ്ലാറ്റുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ആ പടം ഇങ്ങനെ ആകുന്നത്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും കരഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നവർ കരഞ്ഞിട്ടുണ്ട്, വള്ളയും പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് മാത്രം അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇത് കരയും. അപ്പോൾ കരയിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി സോൾഫുള്ളായിട്ടുള്ള വരികൾ വേണം. നമ്മളെ മനസ്സിൽ ആ തുടക്കത്തിൽ ഇവ മാത്രമേ ഉള്ളൂ, പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ തിരക്കും പരിപാടിയൊക്കെ ആയിട്ടാണ് വേറെ ഉമ്പാച്ചിക്കൊക്കെ കൊടുക്കേണ്ടി വന്നത്. പക്ഷെ അതും ഹിറ്റായി, അതും ഇഷ്ടപ്പെട്ടു. ഉമ്പാച്ചി ഇപ്പോൾ നമ്മളെ മുഹാഷിൻ്റെ തന്നെ അടുത്ത ഇതേപോലെ വളയിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ വളയിലെ അറബി പാട്ടാണ് എഴുതിയത്. ഇതാണ് എൻ്റെ മ്യൂസിക്. എനിക്ക് അതിൽ റോളില്ല, ഞാൻ എൻ്റെ ഒരാളല്ല. അത് ഡയറക്ടറുടെ കോളാണ് ഫുള്ളായിട്ട്. ലുക്കുമാന്റെ കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ദയവും 12ഉം അവിടെ തുടങ്ങിയിട്ട് ലുക്കുമാന്റെ കൂടെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഉണ്ടയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്റ്റോറി നരേഷൻ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു മണിസാറിന്റെ നരേഷൻ പോലെ തന്നെ ആളുകളെ പിടിച്ചിരുത്തിയ നരേഷനായിരുന്നു ലുക്കുമാൻ്റെത്. അതിനുശേഷം വീണ്ടും ലുക്കുമാനുമായിട്ട് ഒന്നിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ജേർണി ത്രൂ ഔട്ട് ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായത് ഭയങ്കരമായിട്ട് പല ക്യാരക്ടേഴ്സ് വരുന്നു, സ്വയം ഷോൾഡർ ചെയ്യുന്ന സിനിമകൾ വരുന്നു, ഫിസിക്കലി തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കഥകൾ വരുന്നു. ഒരു ജേർണിയില്ലേ ലുക്കുമാന്റെ, അതൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ കൂടെ യാത്ര ചെയ്ത ഒരു സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ലുക്കുമാന് ഭയങ്കര അധ്വാനിയാണ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യും, അതാണ് അതിൻ്റെ മെയിൻ തിങ്. പിന്നെ ഭയങ്കര പാഷനേറ്റ് ആണ്, സിനിമ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ അവൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് അലഞ്ഞിരി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, റയീസ് എന്ന് പറഞ്ഞിട്ട്, ലുക്മാൻ്റെ ആ ഭാഗത്തോട് നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ദായം 12 ചെയ്യുന്നത് എൻ്റെ ഒരുപാട് കാലം സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് എറണാകുളത്ത് നടന്നിട്ട് ഒന്നും നടക്കാതെ പോയപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ പൊന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പടം ചെയ്യുന്നത്. അത് എനിക്ക് സിനിമ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. അതിന് എൻ്റെ സൗഹൃദത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നു, കൂട്ടുകാരൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു റോഡ് മൂവിയാണ്. അപ്പോൾ അതിനൊരു ബൈക്ക് വേണം, ഒരു കാറ് വേണം. അപ്പോൾ ബൈക്ക് നായകൻ സ്പോൺസർ ചെയ്തു. നായകൻ അബു വളയംകുളമായിരുന്നു. അബു വളയംകുളം കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള അബു വളയംകുളം. അപ്പോൾ അവൻ്റെ ബുള്ളറ്റ് അവൻ ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിൽ ഫോളോ ചെയ്യുന്ന രൂപത്തിൽ ബാക്കിലൊരു കാറ് വേണം. അപ്പോൾ ഈ ചങ്ങായിമാരുടെ അടുത്ത് ആരും കാറില്ല. അപ്പോൾ കാറുള്ള ഒരുത്തന്നെ ഞാൻ കാസ്റ്റ് ചെയ്തു. അപ്പോൾ അവന് ലാസ്റ്റ് മിനിറ്റിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാകെ കുറച്ച് അത്ര അധികം പൊന്നൊന്നും ഇല്ല എൻ്റെ പെണ്ണുങ്ങളുടെ അടുത്ത്, കുറച്ചേ ഉള്ളൂ, ഹൈവേസിലുള്ള പൈസ പാടതാണ്, എനിക്ക് പടം ചെയ്യണം അത്രേ ഉള്ളൂ. കാരണം
ആ അങ്ങ് അറ്റത്തെത്തി ഞാൻ അത്രയും ശ്രമിച്ചിട്ടൊന്നും നടക്കാത്തതുകൊണ്ട്. അപ്പോഴാണ് റയീസ് പറഞ്ഞത്, പിന്നെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, എൻജിനീയർ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാന്ന് പറഞ്ഞാൽ രാമനാട്ടര ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ആ ക്യാരക്ടർ ദാമോദറിലെ ഒരു ക്യാരക്ടറിന് പേരില്ല, പക്ഷേ അവരെ പെരുമാറ്റം കൊണ്ട് മനസ്സിലാവും അവർ ഏതാ മതം ഏതാ ജാതി ഏതാന്ന് മനസ്സിലാവും. അപ്പോൾ ലുക്മാൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഒരു അപ്പർ കാസ്റ്റാണ്, ഐ മീൻ ആ ക്യാരക്ടർ. അപ്പോൾ അവനെ ഞാൻ കാസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു വെളുത്ത കളറുള്ള ഒരാളായിരുന്നു. അവനാ കാറ് തരില്ല എന്ന് പറഞ്ഞത്, പകരം ലുക്മാനാണ് കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ആ കുഴപ്പമില്ല, നിറവും ജാതിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിറം വേറെ ജാതി വേറെ. അങ്ങനെയാണ് ലുക്മാനെ അവൻ അഭിനയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ കൊണ്ട് കാര്യമില്ല, കാറ് വേണം, എനിക്ക് കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞത്. പിന്നീട് ഇപ്പം അടുത്ത കാലത്ത് ഞാൻ അറിയുന്നത് അവനത് വാടക എടുത്താന്നൊക്കെ. ഇപ്പം അടുത്ത് എനിക്കൊന്ന് സുലേഖ മനസ്സിലായ സമയത്ത് മറ്റവന് ഇത് ഇൻ്റർവ്യൂ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ധാരണ അവൻ കാറൊക്കെ ഉള്ള വലിയ പൈസക്കാരനാണ്. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ അവൻ എറണാകുളത്ത് നിന്നുകൊണ്ട് നിരന്തരമായ ശ്രമങ്ങളും അതിലാണ് അവൻ്റെ ഒരൊറ്റ പിന്നെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. ഞങ്ങളാരും അവനെ സഹായിച്ചിട്ടൊന്നുമില്ല. അത്രയും നല്ല സൗഹൃദം അവനുണ്ടാക്കി. എനിക്കൊക്കെ പുറമേ എറണാകുളത്ത് നിൽക്കുകയും അതിലൊരു പ്രത്യേക കഴിവുണ്ട് എനിക്ക്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ എനിക്കൊന്നും ഇല്ലത്. അത് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക, അതിലൊക്കെ എടുക്കണം. അങ്ങനെ ഉണ്ടായി വരുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അധ്വാനിക്കും, എന്ത് റിസ്ക് കൊടുക്കാൻ തയ്യാറാണ്. ഈ ആക്ച്വലി വളമൊക്കെ ആലോചിക്കുന്ന സമയം മുതലേ അവനോട് ഞാൻ പറയുന്നുണ്ട്, പണ്ട് തന്നെ 2017 17-18 കാലത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്, ഇങ്ങനൊരു പരിപാടി വരുന്നുണ്ട്, ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴായത് ഓരോ സിനിമക്ക് ഓരോ സമയമല്ലേ. അതിന്റെ സമയം തെളിഞ്ഞിരിക്കുന്ന സമയമാണ്. 19-ാം തീയതി അങ്ങനെയൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിരന്തര വിജയോ അതൊന്നുമില്ല. ഓരോ പടത്തിൻ്റെ റിസൾട്ടിനനുസരിച്ച് ഇത് ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതങ്ങോട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ നിരാശ ഒന്നും ഉണ്ടാവില്ല. വലിയൊരു വിജയമായിട്ട് വള മാറട്ടെ. വിജയത്തിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ശക്തമായിട്ടുള്ളൊരു കഥയാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. കഥപ്പടാണ്. ഓക്കെ, ആ കഥപ്പടം എല്ലാ ആളുകളുടെ ഉള്ളിലേക്ക് എത്തട്ടെ, ഒരു നല്ല അനുഭവം ആവട്ടെ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു.